ഇങ്ങനെയാണ് നമ്മുടെ അഡ്മിൻ പാനലിൻ്റെ ഫ്രണ്ട് പേജ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ എല്ലാ പോസ്റ്ററും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയെന്നുള്ളത് ഞാൻ വിശദീകരിച്ച് തരാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒക്കേഷൻ, കോഡ്സ്, ഓഫേഴ്സ്, പാക്കേജ്, ന്യൂസ് എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു പോസ്റ്റർ നിർമ്മിക്കുകയാണ്. അത് ഒക്കേഷനാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ്, ഹാപ്പി വിഷു, ഹാപ്പി ഓണം, ഹാപ്പി റംദാൻ, ക്രിസ്മസ്, ന്യൂ ഇയർ എന്ത് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് പോസ്റ്ററിൽ അവൈലബിൾ ആവുക. ഗുഡ് മോർണിംഗ് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ പ്ലാറ്റ്ഫോം, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാം സെലക്ട് ചെയ്യുക, വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പ്, ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്ക്. ഇങ്ങനെ അതിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒരുവിധം എല്ലാ സൈസും ഇതിൽ അവൈലബിൾ ആണ്. യൂട്യൂബ്, ലിങ്ക്ഡിൻ, അങ്ങനെ നമ്മൾ ഏതിലാണോ പോസ്റ്റ് ചെയ്യുന്നത് അതിനനുയോജ്യമായിട്ടുള്ള പോസ്റ്ററാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അതിൻ്റെ സെലക്ഷൻ നിങ്ങൾ ചെയ്യുന്ന സെലക്ഷൻ പോലെ ഇരിക്കും. ഞാനിപ്പോൾ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കാനാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യുക, സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് സ്റ്റൈൽ ആൻഡ് കളർ, നമുക്ക് ഏതൊരു മോഡലാണ് വേണ്ടുന്നത്, നമുക്കിപ്പോൾ സിനിമാറ്റിക് ഉണ്ടാകും, കോർപ്പറേറ്റ്, ഏത് മോഡലാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിത് അൾട്രാ റിയലിൽ കൊടുക്കുകയാണ്. നമുക്ക് റിയൽ ഇമേജാണ് ലഭിക്കുക. പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ പാലറ്റിൽ പോയിട്ട് ഇതിൻ്റെ ഈ ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ അതൊക്കെ എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മൾ ടാഗ് ലൈൻ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തത് അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ വിഷ്വൽ എലമെൻറ്റിൽ നമുക്ക് ഗുഡ് മോർണിംഗിൽ ഒരു ചായയുടെ കപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടീ കപ്പ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്കൊരു കാര്യം ചെയ്യാം, കോപ്പി പ്രോംപ്റ്റിൽ ക്ലിക്ക് ചെയ്ത് പിന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നത് ChatGPTയിലും ജെമിനിയിലും മെറ്റ എഐയിലാണ്. നമുക്ക് കൂടുതലായിട്ട് ChatGPTയും ജെമിനിയിലാണ് നല്ല പിക്ചേഴ്സ് അവൈലബിൾ ആകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജെമിനിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായി നമ്മൾ ഓപ്പണിംഗ് ജെമിനി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓപ്പൺ ജെമിനി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ജെമിനി ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകും. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ല എങ്കിൽ ജെമിനിയിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ലോഗിൻ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അവിടെ ഹാർഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന എറോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പിക്ചർ അവിടെ ജനറേറ്റ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗുഡ് മോർണിംഗ് മെസ്സേജിന് വേണ്ടിയുള്ള ഒരു പോസ്റ്ററാണ്. കൂടെ അതിലൊരു ടീ കപ്പും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പിക്ചർ ജനറേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ അവൈലബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവർ നമ്മുടെ പോസ്റ്റർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എന്നുണ്ട്, നമ്മൾ ആവശ്യപ്പെട്ട ടീ കപ്പ് അവിടെയുണ്ട്. നമ്മുടെ പോസ്റ്റർ ജനറേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഈ ഫോട്ടോയിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഓപ്ഷൻ അവൈലബിൾ ആണ്. സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വരുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.